ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛനും മകനും തമ്മിലുള്ള പിണക്കം മാറ്റാവെന്നൊക്കെ പറഞ്ഞ് അളിയനാണെന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന് ചിരിച്ച് കാണിച്ച് പിന്നിൽ നിന്ന് കഴുത്തറക്കുന്ന പണി കാണിക്കുവാണ്. അങ്ങനെ അച്ഛൻ മാധവേട്ടൻ വീട്ടിലോട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇളയ രണ്ട് മക്കളും കൂടെ ചേർന്ന് അവിടെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. വേലക്കാരി പറഞ്ഞു, അയ്യോ ദേ സാറ് വരുന്നുണ്ടെന്ന്. ഓടി പൂജയുടെ അരികിലേക്ക് ചെന്നു. ഒന്നും അറിയാത്ത നല്ല കുട്ടികളെപ്പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ ചോദിച്ചു, രണ്ടിനെയും ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഈ പൂജ ഒന്ന് കഴിഞ്ഞോട്ടെ, രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചേച്ചി ഫോൺ എടുത്ത് പതുക്കെ സാരിക്കുള്ളിലേക്ക് തിരികിയിട്ട് ഒന്നും അല്ലാത്ത പോലെ കയറിപ്പോയി. അപ്പോൾ അവരും അങ്ങകത്തേക്ക് കയറി പോകണം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇങ്ങനെ അവരുടെ പൂജയിൽ പങ്കെടുത്ത് നിൽക്കുക കേട്ടോ. അമ്മ ഇവർ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരും നേരം കണ്ണൊക്കെ അടച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അദ്ദേഹം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ പൂജയും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കല്ലേ. ഈ സമയത്ത് മാമനും അതുപോലെ മൃദുവും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക, എൻ്റെ സകല മൂടും പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആ കാര്യം പ്രതാപനങ്ങൾ നോക്കിക്കോളാം, മോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മോളോട് പറഞ്ഞു കൊടുക്കുന്നു. ഭയങ്കര സന്തോഷമായി. നീ നടക്ക് ബാ എന്നും പറഞ്ഞുകൊണ്ട് മാമൻ മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്ത് പൂജയിലേക്ക് കയറി ചെല്ലുന്നു മാധവേട്ടൻ. അപ്പോൾ മാധവേട്ടൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അച്ഛനെ തന്നെ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പൂജാരിയാണെങ്കിൽ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പം മൃദു അങ്ങോട്ടേക്ക് കയറി വന്നു. ഒന്നും അല്ലാത്ത പോലെ മൃദു ഇങ്ങനെ നിൽക്കുക. പൂജയിൽ വലിയ ഇതൊന്നുമല്ല എങ്കിലും ആ ഒരു ഇതിൽ മൃദു നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു അമ്മ പറയുമ്പം ഇത് മതി, ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ന ഡ്രസ്സ് തന്നെ വേണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ലെന്ന് അമ്മയോട് മൃദു പറയുന്നു. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ ചടങ്ങുകളിലേക്ക് കിടക്കാമല്ലേ എന്ന് തിരുമേനി ചോദിച്ചു. കിടക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ആണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവരോട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പൂ നമസ്കരിച്ചോളൂ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അവസാനം അമ്മയും അച്ഛനും നമസ്കരിക്കുന്ന ഒരു സമയമായി. അമ്മ കുനിഞ്ഞപ്പോഴേക്കും അമ്മയുടെ താലിമാല അഴിഞ്ഞ് അങ്ങോട്ടേക്ക് വീണു. അപ്പോഴേക്കും ദൈവമേ ദുർനിമിത്തമുള്ള തിരുമേനി, എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പെട്ടെന്ന് ടെൻഷനായി എല്ലാവർക്കും. അപ്പോഴേക്കും പ്രതാപൻ ഇങ്ങനെ ചിരിക്കുക. അപ്പം നിങ്ങളെ ഭയപ്പെടുത്താൻ വേണമെങ്കിൽ പറയാം, ദോഷമുണ്ടെന്നും പരിഹാരം ചെയ്യണം എന്നൊക്കെ ആ തിരുമേനി പറഞ്ഞു. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുവാണേ. പക്ഷേ ഇതൊരു സാധാരണ സംഭവമായി കാണുകയാണെങ്കിൽ പരിഹാരവും ഞാൻ തന്നെ പറയാം എന്നും പറഞ്ഞ് ആ തിരുമേനി പറയാം. അപ്പോൾ അത് കേൾക്കാൻ ഇവരെല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആ ഒരു താലിയും മാലയും കൂടെ കയ്യിലെടുത്തു. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മാധവൻ ഈ താലിമാല പൂർണിമയുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുത്തോളൂ എന്നും പറഞ്ഞ് അങ്ങനെ പറയുക. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം തീരുമെന്ന്. അങ്ങനെ ഭാര്യയുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടുന്ന ആ ഒരു ഇത് മാറും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മാധവനാകെ ഒരു ഇത് കെട്ടണോ വേണ്ടയോ എന്ന്. അപ്പോൾ കെട്ടച്ചാ എന്ന് പറഞ്ഞിട്ട് മക്കൾ അപ്പുറം ഇപ്പുറം നിന്ന് പറയാം. പിന്നെ കെട്ടി. അങ്ങനെ രണ്ടാമതും പൂർണിമയുടെ കഴുത്തിലേക്ക് താലി കെട്ടി മാധവൻ. അപ്പോഴേക്കും പ്രതാപൻ അത് അത്രയ്ക്ക് ദഹിച്ചില്ല. പ്രതാപൻ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പം അതേ താലികെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് പായസം കൂട്ടി ഒരു സദ്യ വേണ്ടേ, ഞാൻ സദ്യക്കുള്ള വട്ടം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേലക്കാരി ചേച്ചി അങ്ങോട്ട് പോയി. ആ സമയത്ത് മക്കളും ആ കൂടെ അങ്ങ് പോയി ആ ചേച്ചിയുടെ കൂടെ ഓരോന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ മക്കൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് എല്ലാത്തിൽ നിന്ന് മാറി അങ്ങ് പോയിട്ടോ. അതിനുശേഷം അവിടെ പൂജയുടെ പ്രസാദവും കാര്യങ്ങളും മേടിക്കുന്നു, പരസ്പരം തൊട്ടു കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രതാപം പുറത്തിറങ്ങി നിൽക്കുമ്പോഴേക്കും പൂർണിമ അങ്ങോട്ട് വന്നു. നീ ഇവിടെ വന്ന് നിൽക്കുവാണോ, നിന്നെ മാധവേട്ടൻ അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞ്. അപ്പോൾ ചേച്ചി ഒന്ന് അവിടെ നിന്നേ എന്നും പറഞ്ഞ് പ്രതാപൻ പൂർണിമയെ പിടിച്ചു നിർത്തി. അപ്പോൾ എന്താടാ, താലിമാല അഴിഞ്ഞ് വീണപ്പോൾ ചേച്ചി ഒന്ന് ഭയന്നല്ലേ എന്ന് പ്രതാപൻ ചോദിച്ചു. അത് കേട്ടപ്പം ശരിയാണെന്ന് പറഞ്ഞിട്ട് പേടിക്കാനൊന്നുമില്ലെന്ന് തിരുമേനി പറഞ്ഞപ്പോഴാണ് സമാധാനമായത് എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയാം. എങ്കിലും എൻ്റെ ടെൻഷനും ഇപ്പോഴും അങ്ങ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. പത്മജ പറഞ്ഞതുപോലെ നല്ല കാര്യം നടക്കുന്നതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതേ ദുർനിമിത്തം തന്നെയല്ലേ എന്നിങ്ങനെ പൂർണിമ പറയുമ്പോൾ പ്രതാപൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. എന്തായാലും കുടുംബക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും പേരിൽ ഒരു അർച്ചന നടത്തണം, പ്രത്യേകിച്ച് മാധവേട്ടൻ്റെ പേരിലെന്ന് പറഞ്ഞപ്പോൾ അളിയൻ്റെ പേരിൽ ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോളാൻ പറഞ്ഞു. പറ്റിയാലൊരു മൃത്യുഞ്ജയ ഹോമവും നടത്തിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ പൂർണിമയൊന്ന് ഞെട്ടി. വേഗം പൂർണിമയെ അങ്ങോട്ടേക്ക് ചെല്ലുക. എന്താടാ നീ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. നിലവിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഏട്ടത്തി, പക്ഷേ വൈകാതെ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് തെളിച്ചു പറയാൻ പറഞ്ഞു പൂർണിമ. അപ്പോഴേക്കും നമ്മുടെ സേതുവിൻ്റെ കാര്യം എടുത്തിടുവാണ്. സേതു തന്നെ അച്ഛന് കാലനായി വരും ഇതൊക്കെ പറഞ്ഞു. അവൻ കടയിൽ വന്ന കാര്യങ്ങളും ഇതൊക്കെ പറയാം. അവൻ അച്ഛനെ വേണ്ടെങ്കിലും അളിയനും മകനെ വേണം.
അപ്പോൾ അതൊക്കെ കേട്ട് പൂർണിമ ഇങ്ങനെ നിൽക്കുകയല്ലേ. പക്ഷേ അവൻ അളിയൻ്റെ അന്തകനാകുമെന്നാണോ എൻ്റെ പേടിയെന്നൊക്കെ പറഞ്ഞ് പൂർണിമയെ പറഞ്ഞ് പേടിപ്പിക്കാം. ഇപ്പം ചേച്ചിയുടെ താലി അഴിഞ്ഞ് വീണതും സേതു കടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നതും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്ന് അളിയൻ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ സേതു കടയിലേക്ക് വന്നത് തനിച്ചല്ല, അവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അതാരാന്ന് ചോദിച്ചു. എന്തായാലും ഭാര്യയാകാൻ വഴിയില്ല, അച്ഛനേക്കാളും വലിയ കോടീശ്വരനാകാൻ നടക്കുന്നവനല്ലേ. അത് പറഞ്ഞ് അങ്ങനെ പ്രതാപനാണെങ്കിൽ പൂർണിമയെ എരിവ് കയറ്റി പൂർണിമ അകത്തേക്ക് കയറിപ്പോയപ്പം ഇവൻ്റെ തനി സ്വഭാവം പുറത്തെടുത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സേതുവും അതുപോലെ തന്നെ അവർ രണ്ടുപേരും കൂടി കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഇവരിങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഇന്ദിരേട്ടൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കല്യാണ ദിവസം തന്നെ അറിയാൻ കഴിഞ്ഞ് നന്നായി, അല്ലെങ്കിൽ സങ്കടത്തിലായതിന് ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ കൂട്ടുകാർ ഇവരോട് സംസാരിക്കുമ്പം എന്തായാലും മോൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയത് നല്ല കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇന്ദ്രൻ ഇതിനു മുമ്പും വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് സേതു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അത് സത്യം തന്നെ ആയിരിക്കുമെന്ന് അവർ പറയുകയും ചെയ്തു. അപ്പോൾ കല്യാണത്തിന് മുൻപ് ഇത് നമ്മൾ നോക്കാതിരുന്നത് അല്ലെങ്കിൽ പറയാതിരുന്നതെല്ലാം ഭയങ്കര ഇതായി പോയി എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിയുടെ അമ്മ പറയുമ്പോൾ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഇവളുടെ ജാതകത്തിൽ അയാളുടെ ഭാര്യ ആകാനുള്ള യോഗം ഉണ്ടായിരുന്നു. ആ യോഗം മണിക്കൂറുകൾ കൊണ്ട് അവസാനിച്ചു എന്നോർത്ത് സമാധാനിക്കാം എന്നും പറഞ്ഞ് കൂട്ടുകാരി ഇവരെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് പല്ലവി നീ അച്ഛനോട് വിളിച്ച് കാര്യം പറയാം, അല്ലെങ്കിൽ അവർ വെറുതെ ടെൻഷനാകുമെന്നും പറഞ്ഞ് കൂട്ടുകാരി പറയുമ്പോൾ വേണ്ട, അവരറിയണ്ട, തൽക്കാലം ഞാൻ എവിടെയാണെന്ന് ആരും അറിയണ്ട എന്ന് പല്ലവി തറപ്പിച്ചങ്ങ് പറഞ്ഞു. അപ്പം ആരറിഞ്ഞാലും ആ ഇന്ദ്രൻ അറിയരുത്, അറിഞ്ഞാൽ അയാൾ വരും, പല്ലവിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സേതു പറഞ്ഞു. അയാൾ വന്നതുപോലെ തന്നെ അങ്ങ് പോകും, അല്ലാതെ എന്നെയും കൊണ്ട് പോകാമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതണ്ടെന്ന് പറഞ്ഞ് പല്ലവി ഭയങ്കര കരുത്തോടു കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക, ഭയങ്കര നേടിയ. ആ സമയത്ത് ഇന്ദ്രൻ അവിടെ കിടക്കുന്നു. അപ്പോഴേക്കും രാജലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ മൊബൈലും തോണ്ടിക്കൊണ്ട് കിടക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മകനോട് പറയാം. ബാക്കിയുള്ളവർക്കുണ്ടായ അപമാനമൊന്നും അവനറിയണ്ടല്ലോ എന്നൊക്കെ അമ്മ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നത്? അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവളുടെ അഹങ്കാരം കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സാരമില്ല പോട്ടെ, ഞാൻ അവളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അതേ കൊണ്ടുവരണം, അല്ലെങ്കിലേ നാണക്കേടാ, എനിക്കല്ല നിനക്ക്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇന്ദ്രേട്ടൻ എന്തിനാ പല്ലവി ചേച്ചിയുടെ മുന്നിൽ വെച്ച് പഴയ ഗേൾഫ്രണ്ടിനെയൊക്കെ വിളിക്കാൻ പോയതെന്ന് അനിയൻ അന്നേരം ചോദിച്ചു. ഭാര്യയുടെ മുന്നിൽ വെച്ച് കാമുകിയെ വിളിക്കുന്നതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അനിയൻ ചെല്ലുമ്പോഴേക്കും ഇഷ്ടപ്പെടണം, ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാകുമ്പോൾ അവൾ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇഷ്ടപ്പെടണം എന്ന് തറപ്പിച്ച് പറയുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ ഫോൺ ചെയ്തതല്ലേ ഉള്ളൂ, ഇനി ഞാൻ അവളെ എൻ്റെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയൂ കേട്ടോ. അതേടാ ചെയ്യും ഞാൻ. ഇനി പല്ലവി ഇവിടെ വരുമ്പോൾ കാണാൻ പോകുന്നത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രംഗങ്ങളായിരിക്കുമെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു. വ്യാമോഹമാണെന്നറിയാതെ അവളിപ്പോൾ എന്നെ ചെറുതായിട്ട് ഒന്ന് നോവിച്ചു, പക്ഷേ അതിനു പകരം ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ എടാ നീ അവളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അവൾ ഇവിടെ വേണം, ഈ വീട്ടിൽ വേണം, അല്ലെങ്കിൽ മരുമകൾ എന്നുള്ള ചോദ്യത്തിന് പലരുടെ മുന്നിലും എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വരും എന്നും പറഞ്ഞ് അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുന്നു. അവളെ കൊണ്ടുവന്നേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് കയറി പോകുന്നു. ഇന്ദ്രൻ എന്നിട്ട് അവളെ കൊണ്ടുവരും എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ അമ്മയും അനുജത്തിയും അച്ഛനും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. പല്ലവിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിച്ചു മോളെ വിളിച്ചിട്ട് കിട്ടിയോന്ന്. ഇല്ല ചേച്ചിയെ ഭയങ്കര സങ്കടത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നുള്ള കാര്യമൊക്കെ പറയും അന്നേരം. അപ്പം നീ നിൻ്റെ ചേച്ചിയുടെ സങ്കടം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതിനേക്കാൾ 100 ഇരട്ടി സങ്കടത്തിലാണ് ഞാനും നിൻ്റെ അച്ഛനും എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ അനിയത്തിയോട്, അതായത് പാറക്കുട്ടിയോട് ദേഷ്യപ്പെടുക. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിലല്ല എനിക്ക് കല്യാണം നടന്ന അന്ന് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക, ആ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ച് നോക്കാനൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തുക. അവൾ കാണിച്ചതേ അഹങ്കാരവാ, അത് പറയാതിരിക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ചേച്ചിയുടെ മനസ്സ് അത്രയും വിഷമിച്ചത് കൊണ്ടാകും, അതിന് അഹങ്കാരമായി കാണരുതെന്ന് പാറു പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ കാണുന്നില്ല, നിൻ്റെ ചേച്ചി കാണിച്ചതേ വളരെ നല്ല കാര്യമാണെന്നും പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യുക, അവൾക്കൊരു പട്ടും വളയും മേടിച്ചേ അവളുടെ കൂടെ നീയും അങ്ങ് കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അമ്മ ഇരുന്ന് ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ട് അച്ഛൻ വിഷമിക്കുക. തന്തയുടെയും തള്ളയുടെയും മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ വീട്ടിലില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ,
മനുഷ്യൻ അല്ലെങ്കിൽ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ രണ്ടും കൂടി കുറച്ചു ഒന്ന് മനസ്സമാധാനം തരുമെന്ന് ചോദിച്ച് മാഷ് ദേഷ്യപ്പെടുമ്പോൾ അതിന് കിട്ടുമെന്ന് മാഷ് പ്രതീക്ഷിക്കേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അതിൻ്റെ ചോട്ടിൽ കിടന്ന് തലയ്ക്ക് വട്ടുപിടിക്കുക. പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ചേച്ചി ആയിരിക്കും എന്ന് വിചാരിച്ച് ഓടി ചെന്ന് പാറു വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഇന്ദ്രനെ കണ്ടപ്പോഴേക്ക് ഇവരുടെയൊക്കെ ഭാവം അങ്ങ് മാറി. അപ്പോൾ ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കയറി വന്ന് നല്ല വെള്ള ചമഞ്ഞിരുന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. വന്ന് കാലുമേ കാലും കയറ്റി ഇവരുടെ മുന്നിൽ അങ്ങനെ അഹങ്കാരത്തോടു കൂടി ഇന്ദ്രൻ അങ്ങനെ ഇരിക്കുന്നു. അവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ പല്ലവി പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് രാജലക്ഷ്മി ഇവരുടെ മുന്നിൽ വന്ന് പറയാം. ഞാൻ അവളെ ഒരിക്കലും കുറ്റം പറയില്ല. എല്ലാം അറിഞ്ഞപ്പോൾ ഇവൻ്റെ തല തല്ലി പൊട്ടിക്കാനല്ല, തല്ലി കൊല്ലാനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊക്കെ പറയാം. അന്നേരം ഇവരാരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, ഒരക്ഷരം പോലും ഇവർ മിണ്ടുന്നില്ല. അപ്പോൾ അവരായിട്ട് തന്നെ വന്ന് സത്യങ്ങളെല്ലാം പറയുന്നു. ഇവർക്ക് പ്രത്യേകിച്ച് കാശ് മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സമയത്ത് ഇന്ദ്രൻ്റെ നേരെ ഇങ്ങനെ നമ്മുടെ പാറുകുട്ടി തുറച്ച് നോക്കുന്നു. അതിനുശേഷം അനിയനാണെങ്കിൽ കാലുമേ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ആയിട്ട് തട്ടുന്ന ആ ഒരു ഇതൊക്കെ ഇതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ മാഷി ചോദിച്ചു നെറ്റിയിൽ എന്തു പറ്റിയതാണെന്ന്. ഇന്നലെ രണ്ടാളും കൂടി വഴക്കുണ്ടാക്കിയപ്പോൾ പല്ലവി അടിച്ച് പൊട്ടിച്ചതാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഇന്ദ്രനിങ്ങനെ അങ്ങോട്ട് തുറഞ്ഞ തുള്ളി അങ്ങനെ ഇരിക്കുമല്ലേ. അപ്പം ഇന്ദ്രനും ഇവരൊക്കെ വിചാരിച്ച് പല്ലവി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. മാഷ് അന്നേരത്തേക്കും ഭാര്യയെ ഒന്ന് നോക്കി പാറുവും ഇവരെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. മോളൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം ഇല്ല. അതിനി ഞാനായിട്ട് പറയാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. പിള്ളേരുടെ ഓരോ കുരുത്തക്കേടായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി പറയുക. പല്ലവിയെ വിളിക്കേ, ഞങ്ങളവളെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുക ഇവർ. അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോയി വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുള്ളിക്കാരി വിളിക്കാൻ പോകുന്ന സമയത്ത് മോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലേ, എവിടെ പോയതാ? അത് പിന്നെ കോളേജിൽ അവൾക്ക് എന്തോ ഒരു മീറ്റിങ്ങോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. സാരമില്ല, അവൾ മീറ്റിംഗ് കഴിഞ്ഞ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അന്നേരം പറഞ്ഞു. അല്ല എപ്പോഴാണ് കഴിയുക എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം എന്തായാലും എപ്പോൾ കഴിഞ്ഞാലും അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അല്ലേ? അതേന്ന് അമ്മ പറഞ്ഞു. ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ മോനെ എന്ന് അമ്മ പറയുമ്പം അയ്യോ അത് വേണ്ട, മോള് വന്ന ഉടനെ തന്നെ ഞാൻ അങ്ങ് കൊണ്ടുവന്നേക്കാം, അവൾ എപ്പോഴാണ് വരിക എന്ന് അറിയില്ല എന്ന് മാഷ് പറഞ്ഞപ്പോൾ അയ്യോ മാഷ് കൂട്ടിക്കൊണ്ട് വരുമൊന്നും വേണ്ട, ഇവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച പറ്റിയ സ്ഥിതിക്ക് ഇവനെല്ലാം ഏറ്റു പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഏറ്റുപറച്ചിലും മാപ്പ് പറച്ചിലും ഒന്നുമില്ല. അവളെ കണ്ട കാരണം നോക്കി നല്ലോണം പൊട്ടിക്കാനാ പോകുന്നതെന്ന് ഇന്ദ്രൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അതുപോലത്തെ പണിയാ അവൾ ഇന്നലെ എന്നോട് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വലിയ ഷോ ഇറക്കുന്നു. അപ്പോഴേക്കും ഇവർക്ക് വല്ലാതെയായി. പല്ലവിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റിനെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം അവളിപ്പോൾ എൻ്റെ ഭാര്യയല്ലേ, ഞാൻ തന്നെ വേണ്ടേ അവളെ വീട്ടിലേക്ക് കൊണ്ടിക്കൊണ്ട് പൊക്കോളാം, അതാണ് ഞാൻ ചെയ്യേണ്ടത്, അതെനിക്ക് അറിയാമെന്ന് ഇന്ദ്രൻ. ഇനി അവൾ വരാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്നുള്ളതും ഞാൻ നോക്കിക്കോളാം എന്നു ഇന്ദ്രനെ. അച്ഛനും അമ്മയും ഇത് കേട്ടോണ്ട് നിൽക്കുക. എടാ നീ ഒന്ന് അടങ്ങ്, മോൾ വീട്ടിലേക്ക് വരും. അല്ല മാഷേ എന്ന് അമ്മായിമ്മ ചോദിക്കുമ്പോൾ മാഷൊന്നും മിണ്ടുന്നില്ല. മാഷിനെ ഇവനിങ്ങനെ തുറിച്ച് നോക്കിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക. മാഷാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ, അധൈര്യം കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവള് വന്നിരിക്കണം എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയി. അപ്പോൾ അവൻ്റെ ദേഷ്യത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നു. അപ്പോൾ പല്ലവി ചേച്ചിയോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞേക്കാനൊക്കെ പറഞ്ഞ് അനിയൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ദ്രേട്ടനെ വെറുതെ പിണക്കാൻ നിൽക്കണ്ട, ഏട്ടൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് പറയുക, ഇടഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് വാശി കാണിക്കണ്ട എന്ന് പല്ലവി ചേച്ചി ഓർമ്മിപ്പിച്ചേക്കാൻ പറഞ്ഞിട്ട് അമ്മയെയും കൂട്ടിക്കൊണ്ട് അനിയനും അമ്മയും കൂടെ അങ്ങ് പോയി. അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ അവിടെ ഇരുന്ന് ഇങ്ങനെ ആദ്യം തീയും തിന്നിങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ പല്ലവി ഇന്ദ്രപ്രസ്ഥയിലേക്ക് അയക്കാനുള്ള വഴി നോക്കാൻ പറഞ്ഞു. അതിന് അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയണ്ടേ, അല്ലെങ്കിൽ നിനക്കറിഞ്ഞ് പറഞ്ഞതാ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് അച്ഛൻ. ഇവിടെ ഇരുന്നാൽ അതൊക്കെ അറിയാൻ പറ്റുമോ മാഷെ ഒന്ന് പറയുന്ന കേൾക്കാൻ പറഞ്ഞു. പക്ഷേ മാഷിനൊന്നും കേൾക്കാൻ പറ്റില്ല. മാഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ മാധവേട്ടനെയാണ് കാണിക്കുന്നത്. മാധവേട്ടൻ ഇങ്ങനെ റൂമിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പൂർണ്ണിമ അങ്ങോട്ടേക്ക് ചെന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ വേണ്ടടോ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല, ഭക്ഷണം വേണ്ട എന്ന് പറയുന്നു മാധവേട്ടൻ. അത് കേട്ടപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രതാപം പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണിമയുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ മനസ്സിന് ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. സേതുവിനെ കണ്ടിരുന്നു അല്ലേ, പ്രതാപൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവരെന്തിനാടോ എന്നോട് ഇപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, അതിന് തക്ക എന്ത് ദ്രോഹമോ ഞാൻ അവനോട് ചെയ്തതെന്ന് ചോദിച്ചപ്പം അവൻ്റെ അമ്മ ലക്ഷ്മി പോയപ്പോൾ എന്നെ മാധവേട്ടൻ വിവാഹം കഴിച്ചതാ എല്ലാത്തിനും കാരണമെന്ന് പൂർണ്ണിമ ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ അവൻ മാധവേട്ടനോട് കളിക്കുന്ന ദേഷ്യം ശരിക്കും എന്നോടുള്ള ദേഷ്യമാണ്.
അതെനിക്ക് മനസ്സിലാകും എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറഞ്ഞു. ആ സാരമില്ല, അവനെന്നെ ശത്രുവിനെ പോലെ കണ്ടോട്ടെ, പക്ഷേ എനിക്ക് അവൻ എൻ്റെ മകൻ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു. അങ്ങനെ പൂർണിമ അതെ മാധവേട്ടൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ച് ചിരിച്ചിട്ട് അങ്ങ് പോണു. അതിനുശേഷം അപ്പോൾ അലമാരയിലിരുന്ന് എന്തോ ഒരു സാധനം എടുത്ത് മാധവേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവൻ എൻ്റെ മക്കളുടെ ചോര തന്നെയാണ്, എനിക്ക് അവനോട് സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് പോയി. മാധവേട്ടനാണെങ്കിൽ കവറെടുത്ത് നോക്കി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു. നന്ദി.